പലഹാരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ചില രുചികൾക്ക് നമ്മളെ പഴയൊരു കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അതിഥികൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ ഒരു കണ്ണാടി ഹൽവ തയ്യാറാക്കിയാലോ? തെറ്റിപ്പോയതല്ല, കണ്ണാടി ഹൽവ തന്നെയാണ്. ചവ്വരി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കണ്ണാടി ഹൽവ. പായസം വയ്ക്കാൻ മാത്രമല്ല, എന്നെക്കൊണ്ട് ഹൽവ തയ്യാറാക്കാനും പറ്റും എന്നാണ് ചവ്വരി നമ്മളോട് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ തയ്യാറാക്കിയില്ലെങ്കിൽ മോശമല്ലേ? നേരെ റെസിപ്പിയിലേക്ക് കടന്നാലോ? 250 ഗ്രാം ചവ്വരിയാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒരു വെള്ളം കഴുകി കളഞ്ഞ ശേഷം ചവ്വരി കുതിരാൻ പാകത്തിനുള്ള വെള്ളം വീത്തി വെക്കുക. ചവ്വരിയേക്കാൾ കൂടുതൽ വെള്ളം വീത്തി നമുക്ക് വെക്കണം കേട്ടോ. ഒരു 3 മണിക്കൂറോളം ചവ്വരി ഇങ്ങനെ വെള്ളത്തിൽ കിടന്നൊന്ന് കുതിരട്ടെ. 3 മണിക്കൂറിന് ശേഷം ചവ്വരിയെല്ലാം നന്നായിട്ട് കുതിർന്ന് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചവ്വരി നന്നായി കുതിർത്ത് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് കൊണ്ട് ചവ്വരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 250 ഗ്രാം ചവ്വരിക്ക് 350 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ശർക്കര ഇനി പാനി കാച്ചി വയ്ക്കാം നമുക്ക്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ശർക്കരയിട്ട് കുറച്ച് വെള്ളം കൂടി വീത്തി പാനി കാച്ചാനായി വയ്ക്കാം. പൊടിയും അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എന്നുറപ്പുണ്ടെങ്കിൽ പാനി കാച്ചാതെ പൊടിച്ച് ചേർക്കാവുന്നതുമാണ്. ഞാനിവിടെ എന്തായാലും പാനി കാച്ചി എടുക്കുന്നുണ്ട്. ശർക്കര നന്നായി കുറുകി വന്ന് പാനിയായിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂട് കട്ടിയുള്ളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചോളൂ. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അരച്ച് വെച്ച ചവ്വരി കൂടി അതിലേക്ക് ഇട്ടോളൂ. ചവ്വരി ഇട്ട് കൊടുത്ത ശേഷം കൈവിടാതൊന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ. ചവ്വരിയും നെയ്യും നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. നല്ല വെളുത്ത ചവ്വരി കാണാൻ തന്നെ എന്ത് ഭംഗിയാ അല്ലേ? വീഡിയോ കൂടുതൽ ലെങ്ത് ആവാതെയാണ് കേട്ടോ സ്പീഡിന് ഇട്ടേക്കുന്നത്. നന്നായിട്ട് കുറേ നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് മാറ്റി വെച്ച ശർക്കര പാനി കൂടി അരിച്ച് ചേർക്കാവുന്നതാണ്. ശർക്കര പാനി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ശർക്കര പാനിയും ചവ്വരിയും നന്നായി ഒന്ന് മിക്സായി വരണം. കുറേ സമയം നന്നായി ഇളക്കി യോജിപ്പിക്കുമ്പോൾ മാത്രമാണ് അവ നന്നായി മിക്സായി കിട്ടുക. ശർക്കരയും ചവ്വരിയും നന്നായിട്ട് ഒരുമിച്ച് കഴിഞ്ഞ് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കൈവിടാതെ ഇളക്കിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂണ് നെയ്യ് കൂടി ഒന്ന് ചേർത്തോളൂ. നെയ്യ് കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതിനും പാനിൽ നിന്ന് വിട്ടു വരുന്നതിനും സഹായിക്കും. ഹൽവ തയ്യാറാക്കാനായി നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. മറ്റു പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ശർക്കരയും ചവ്വരിയും ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് 2 ഏലക്കയുടെ അരിച്ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഹലുവയ്ക്ക് നല്ലൊരു ഫ്ലേവർ നൽകാൻ സഹായിക്കുന്നു. ഏലക്കയുടെ തോട് ഇതിൽ ആരും ചേർക്കരുത് കേട്ടോ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാനിൽ നിന്ന് നന്നായി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഹൽവയെ കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് വെളുത്ത എള്ളാണ് ചേർക്കുന്നത്. 1 സ്പൂണ് വെളുത്ത എള്ള് ചേർത്തോളൂ. അതിനുശേഷം 1 സ്പൂണ് നെയ്യ് ചേർത്ത് കുറച്ച് കാഷ്യൂനട്ട് കൂടി ചേർത്തോളൂ. കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടോ ചേർക്കുന്നത്. കുറച്ച് നേരം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ. ഏകദേശം പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നാൽ മാത്രമേ നല്ല സെറ്റ് ആവുകയുള്ളൂ. ഹലുവ പരുവത്തിനായിട്ട് നമുക്ക് നന്നായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഹലുവ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് വീത്തി എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കുക. ഡെക്കറേഷനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും വെളുത്ത എള്ളും ഒക്കെ വിതറുന്നുണ്ട് കേട്ടോ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഹൽവ ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിക്കോളൂ. കണ്ടോ, ഇപ്പോൾ തന്നെ ഏകദേശം ആ പാത്രത്തിലിരുന്ന് തന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു.
അലുവയുടെ ഷേപ്പ് കറക്റ്റ് കിട്ടുന്നതിനായിട്ട് മുകൾ ഭാഗമൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് കുറച്ച് നെയ്യ് വീഴ്ത്തിയ ശേഷം ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ചെയ്താൽ മതിയാവും. സ്പൂണിൽ അലുവയുടെ ടെക്സ്ചർ ഒട്ടിപ്പിടിക്കുകയുമില്ല. അലുവ നന്നായി ഷേപ്പ് ആവുന്നതിന് അത് സഹായിക്കും. അലുവ ഒന്ന് നന്നായി സെറ്റാവുന്നതിനായിട്ട് 2 മണിക്കൂർ എടുക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. 2 മണിക്കൂറിന് ശേഷം നമുക്കിനി അലുവ സെറ്റായോ എന്ന് നോക്കാം. അലുവയുടെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കത്തി വെച്ചൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വിട്ട് വരാനായിട്ട് അത് സഹായിക്കും. ഇതുപോലെ റിമൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. അലുവ സൂപ്പർ ഷേപ്പായിട്ടുണ്ട്. ഒരു ഭാഗം പോലും ഇളകി പോയിട്ടില്ല. നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇഷ്ടാനുസരണം ചെറിയ കഷ്ണങ്ങളാക്കി കഴിച്ചോളൂ. ഇനി അലുവ കുറച്ചുകൂടി ടേസ്റ്റ് ആവാനായിട്ട് ഒരു ടിപ്പ് കൂടി ഫോളോ ചെയ്യാവുന്നതാണ്. അലുവ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചോളൂ. കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ അലുവ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണേ കൂട്ടുകാരെ. വീഡിയോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലും ഉൾപ്പെടുത്തുക. ഇതുപോലുള്ള പുതിയ വീഡിയോയ്ക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.